ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത വിധമുള്ള ഒരു കൂട്ടക്കൊലയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നടന്നത്. ഇതിന് സമാനമായ മറ്റൊരു കൊലപാതകവും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ക്രൈം സ്റ്റോറിയിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവ കഥ മുൻപൊരിക്കലും നടന്നിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുന്നു. ഇതിന് അല്പമെങ്കിലും സാമ്യമുള്ള ഒരു കൊലപാതക പരമ്പര തിരുവനന്തപുരത്ത് നന്തൻകോട് നടന്നിരുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ഈ ചാനലിൽ വളരെ അടുത്ത ദിവസം തന്നെ പ്രത്യേകിച്ച് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പക്ഷേ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ ദുരന്തത്തിൽ നമ്മൾ കാണുന്ന ചില പ്രത്യേകതകൾ, ഈ കൊലപാതകം നടത്തിയത് 23 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ കൊലപ്പെടുത്തിയത് അയാളുടെ കുഞ്ഞനിയനെയും അയാളുടെ പ്രിയപ്പെട്ട കാമുകിയായിരുന്ന പെൺകുട്ടിയെയും അയാളുടെ പിതാവിൻ്റെ ഉമ്മയെയും പിതാവിൻ്റെ സഹോദരനെയും അയാളുടെ ഭാര്യയെയുമാണ്. സ്വന്തം മാതാവിനെ കൊലപ്പെടുത്താൻ അയാൾ നല്ലതുപോലെ ശ്രമിച്ചെങ്കിലും ആ സ്ത്രീ പകുതി ജീവൻ കൊണ്ട് രക്ഷപ്പെട്ട് ആശുപത്രിയിൽ എത്തിച്ചേരുന്നു. അതിനുശേഷം അവർ പതിയെ ജീവിതത്തിലേക്ക് മുക്തമായി തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൊലപാതകം നടത്തിയ ഈ ചെറുപ്പക്കാരൻ മുൻപൊരിക്കൽ പോലും ഒരു ക്രിമിനൽ കേസിലെ പ്രതി പോലുമല്ല. ഒരു പെറ്റി കേസിൽ പോലും അയാൾ മുൻപ് പ്രതിയായിട്ടില്ല. ഇന്നുവരെ ഒരാൾ പോലും ഈ ചെറുപ്പക്കാരനെ കുറിച്ച് മോശമായി ഒരു വാക്ക് പോലും ഒരാളോടും പറഞ്ഞിട്ടില്ല. പൊതു സമൂഹത്തിൻ്റെ മുന്നിൽ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് കളങ്കപ്പെടുത്തുന്ന ഒരു വാർത്തകളും ചേർത്ത് പറയാനുമില്ല. ഈ കൊലപാതകം നടന്നതിന് ശേഷം മാത്രമാണ് ഈ ചെറുപ്പക്കാരന് ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരത്തിൽ ഉള്ള ഒരു ക്രിമിനൽ മൈൻഡ് ജ്വലിച്ചു നിന്നിരുന്നു എന്ന് നാട്ടുകാർ പോലും മനസ്സിലാക്കുന്നത്. ഉറ്റവർക്കാർക്കും തന്നെ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് മുമ്പ് ഒരു ദോഷവും പറയാനില്ലായിരുന്നു. പക്ഷേ അവരിൽ ചില ബന്ധുക്കൾക്ക് പറയാൻ ഉണ്ടായിരുന്നത് ഇവരുടെ ആർഭാട ജീവിതത്തിനെ കുറിച്ചുള്ള പരാതി മാത്രമാണ്. ഈ ചെറുപ്പക്കാരൻ ഇടയ്ക്ക് ബൈക്ക് വാങ്ങുന്നു, കാറ് വാങ്ങുന്നു. ഉമ്മയും ഈ 2 ആൺകുട്ടികളും വളരെ ആർഭാടമായി തന്നെ ജീവിക്കുന്നു എന്നുള്ള ഒരു പ്രതിഷേധം, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അപവാദം എന്നതിലുപരി മറ്റ് സ്വഭാവ ദൂഷ്യങ്ങൾ ഒന്നും തന്നെ ആർക്കും പറയാനില്ല എന്നുള്ളതാണ് വ്യക്തം. കടം വാങ്ങിയവർക്കെല്ലാം കടത്തുക കൃത്യമായും തിരിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് ഉമ്മയും ഈ മൂത്ത മകനായ അഫാനും നടത്തിയിരുന്നത്. ആ ദിവസം അവർ ഈ കടം വാങ്ങിയ തുക പലിശ വാങ്ങുന്നതിനു വേണ്ടി ചില വ്യക്തികൾ ആ വീട്ടിൽ വരും എന്ന് തലേ ദിവസം വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. അങ്ങനെ അവർ പിറ്റേന്ന് വരുമെങ്കിൽ അവർക്ക് കുറച്ചു തുകയെങ്കിലും കൊടുത്ത് അവരെ മടക്കി അയക്കുന്നതിന് വേണ്ടി ഈ ഉമ്മയും മകനും കൂടി ചില ആളുകളുടെ അടുക്കൽ കടം വാങ്ങാൻ വേണ്ടി പോയിരുന്നു. പക്ഷേ അവർ ഇവരെ സഹായിച്ചില്ല. പ്രത്യേകിച്ച് ഈ അഫാൻ എന്ന ചെറുപ്പക്കാരൻ്റെ ഉമ്മയുടെ ഉറ്റ ബന്ധുവായ ഒരു സ്ത്രീയോട് തലേ ദിവസം ഉമ്മയും അഫാൻ എന്ന മകനും കൂടി ബൈക്കിൽ പോയി 50,000 രൂപ കടം ചോദിച്ചു. അതിനു മുമ്പ് ഈ സ്ത്രീയോടിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, പലിശ സഹിതം തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. അഫാൻ പോലീസിനോട് പറഞ്ഞത് 5 ലക്ഷം രൂപ വാങ്ങിയിട്ട് 10 ലക്ഷം രൂപ പലിശയും മുതലും ചേർത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ കൊലപാതക നടക്കുന്നതിൻ്റെ തലേ ദിവസം ഗതികെട്ട് ഇവർ വീണ്ടും ഈ പലിശ
കൊടുക്കുന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി. ആ വീട്ടിലേക്ക് പോയി ഇവർ അവസ്ഥ പറഞ്ഞ് ഉമ്മയും മകനും കൂടി 50,000 രൂപ ചോദിച്ചപ്പോൾ ഈ ഉമ്മയെയും മകനെയും ആട്ടിപ്പായിക്കുന്ന തരത്തിൽ ആ സ്ത്രീ എവരുമോട് സംസാരിച്ചത്രേ. അവരുടെ മരുമകളായ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയും അപ്പോൾ ആ വീടിൻ്റെ ഉമ്മറത്തുണ്ടായിരുന്നു. ആ സ്ത്രീ ഈ അമ്മായിത്തള്ള പറയുന്നത് കേട്ട് പുച്ഛത്തോടെ അഫാനെ നോക്കി ചിരിച്ചത്രേ. ഒരു ഇൻസൾട്ടിങ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പ്രകടമായ ഒരു നിന്ദ ആ സമയം ആ പെൺകുട്ടിയിൽ നിന്ന് അഫാനും ഉമ്മയ്ക്കും അനുഭവിക്കേണ്ടി വന്നു. ശരിക്കും അവഹേളിച്ചാണ് ആ ഉമ്മയെയും മകനെയും ആ സ്ത്രീയും മരുമകളും കൂടി അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. ആ മകൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ലത്രേ. പക്ഷേ പുച്ഛ മനോഭാവത്തോടു കൂടിയുള്ള അവരുടെ ചില ഗോഷ്ഠികൾ അഫാനെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് അഫാൻ പിന്നീട് പോലീസിനോട് പറയുകയുണ്ടായി. ഇത് ഈ സമയത്ത് അഫാൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് കാമുകി കൊടുത്ത 200 രൂപയാണ്. 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു ബൈക്കിന്, ബാക്കി 100 രൂപയ്ക്ക് അമ്മയും മകനും കൂടി തലേ ദിവസം ഒരു ചെറിയ ചായക്കടയിൽ പോയി ദോശ വാങ്ങി കഴിച്ചു. അവർ വീട്ടിൽ തിരിച്ചെത്തിയിട്ടും ഉമ്മയ്ക്കും മകനും യാതൊരു സ്വസ്ഥതയും ഉണ്ടായില്ല. കാരണം പിറ്റേന്ന് വീടിൻ്റെ മുമ്പിൽ വട്ടിപ്പലിശക്കാരൻ പണം തിരിച്ചു ചോദിച്ചു വരും. അവനോട് എന്തു പറയും? ഇത് സംബന്ധിച്ചു ഉമ്മയും അഫാൻ എന്ന മകനും തമ്മിൽ രാത്രി തന്നെ വഴക്കുണ്ടായി. പിറ്റേന്ന് രാവിലെ ഈ ഉമ്മ, ഷെമി എന്ന് പറയുന്ന അഫാൻ്റെ ഉമ്മ, വീണ്ടും ഈ അവഹേളിച്ചു വിട്ട ബന്ധുവായ സ്ത്രീയെ വിളിച്ചിട്ട് 10,000 രൂപ എങ്കിലും തരണമെന്ന് കെഞ്ചി ചോദിച്ചത്രേ. പക്ഷേ അവർ നേരത്തെ തലേന്ന് പറഞ്ഞ അതേ വാചകങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. കൊടുക്കില്ല എന്ന് തീർത്തു പറഞ്ഞാണ് അവർ ഫോൺ കട്ട് ചെയ്തത്. അതോടുകൂടി ആ ഷെമി എന്ന് പറയുന്ന അഫാൻ്റെ ഉമ്മയുടെ ആശയറ്റും. പക്ഷേ അവർ വീടിന് താഴെയുള്ള വല്ലപ്പോഴും കടം വാങ്ങുന്ന ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് ഓടി 2,000 രൂപയെങ്കിലും നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ്, തരണമെന്ന് അവർ അവരോടും യാചിച്ചു. പക്ഷേ അവരുടെ കൈവശം പണമില്ലാത്തതുകൊണ്ട് ആ സ്ത്രീ ഇവർക്ക് പണം കൊടുക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥ പറഞ്ഞു. അങ്ങനെ ഷെമി തിരിച്ചെത്തി മകനായ അഫാനോട് ആ ചോദിച്ച 2,000 കിട്ടിയില്ല എന്നു പറഞ്ഞ് ആ വാസ്തവം അവതരിപ്പിച്ചതു മുതൽ അമ്മയും മകനും തമ്മിൽ വഴക്കുണ്ടായി ആ വീട്ടിൽ. അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് അഫാൻ ഉമ്മയെ തലക്കടിച്ച് നിലത്തിട്ടത്. ആ വഴക്ക്, ഉമ്മയും മകനും തമ്മിലുള്ള വഴക്ക് രാവിലെ 10:30 മണിയോടുകൂടി ആരംഭിച്ചു കഴിഞ്ഞു. അത് ഈ കടം ചോദിച്ചിട്ട് തരാത്ത ബന്ധുവിനെ ചൊല്ലി ആരംഭിച്ചതാണ് ആ വഴക്ക്, ഉമ്മയും മകനും തമ്മിലുള്ള വഴക്ക്. നിങ്ങളുടെ ബന്ധുവായ സ്ത്രീ തന്നെ ഇങ്ങനെ നിങ്ങൾ അവഹേളിച്ചു വിട്ടില്ലേ, ഇതാണോ ബന്ധു എന്ന് പറഞ്ഞ് അഫാൻ തുടങ്ങുകയും അതിനെ ഈ ഷെമി എന്ന് പറയുന്ന ഉമ്മ ഒരു പരിധി വരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയരുതേ, മുമ്പ് അവർ സഹായിച്ചതല്ലേ എന്ന മട്ടിൽ സ്വന്തം ബന്ധുവിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഷെമി തയ്യാറായത് ഈ അഫാന് ഇഷ്ടപ്പെട്ടില്ല. തുടർന്നാണ് ഉമ്മയുടെ നേൽ അയാൾ കൈവച്ചത്. അയാളെ മനസ്സിൽ ഉറഞ്ഞുകൂടിയ രോഷം മുഴുവൻ ആദ്യം ബന്ധുക്കളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു. തങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ള ബന്ധുക്കൾ തങ്ങളെ കൈയൊഴിഞ്ഞതിൻ്റെ രോഷം ആ ചെറുപ്പക്കാരനെ അടിമുതൽ മുടി വരെ ബാധിച്ചു. 7 കൊല്ലമായി പിതാവിന് ഈ വീട്ടു ചെലവ് നടത്താൻ കഴിയാത്ത സാഹചര്യം വന്ന് അദ്ദേഹം വിദേശത്ത് ജയിലിലായത് അറിയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ ഉമ്മയും അദ്ദേഹത്തിൻ്റെ സഹോദരനുമൊക്കെ തന്നെ തങ്ങളുടെ കുടുംബത്തിനെ കൈയൊഴിഞ്ഞതിൽ അഫാന്
ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാധീനത വന്നാൽ അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം കുടുംബത്തിലെ മറ്റ് ബന്ധുക്കൾക്കുണ്ട് എന്നുള്ളത് ഓർത്ത അഫാൻ ഈ ബന്ധുക്കൾ നിരാകരിച്ചതിൻ്റെ രോഷം മുഴുവൻ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ആ രോഷത്തിൻ്റെ പൊട്ടിത്തെറിയാണ് ഈ കൊലപാതക പരമ്പരയിലേക്ക് നയിച്ചത്. എല്ലാവരും കൂട്ടമായി ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കണം എന്ന് ഉമ്മയും 2 മക്കളും പലവട്ടം തീരുമാനിച്ചെങ്കിലും അത് പല കാരണങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു. പെട്ടെന്ന് മരിക്കാനുള്ള അധൈര്യം അവർക്കുണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റിവയ്ക്കൽ ഉണ്ടായത്. പക്ഷേ അഫാനാകട്ടെ ഇതിൻ്റെ ഈ എല്ലാ ചൂരും തൻ്റെ മേൽ വന്ന് തന്നെ ഭവിക്കുന്നു എന്ന് ആ 23-കാരൻ ഒരു ഞടുക്കത്തോടു കൂടിയാണ് കുറേ നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്നത്. ബാപ്പ ഗൾഫിൽ ജയിലിലാണ്. ഈ നാട്ടിലാണെങ്കിലോ സഹായിക്കാൻ ബന്ധുക്കളില്ല. പലിശയ്ക്ക് വാങ്ങിപ്പോയി ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിലെത്തി. പലിശ പണം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥ ചുറ്റും ഉരുണ്ടുകൂടി. ജീവിതം തന്നെ ഇരുണ്ടതായി ആ ചെറുപ്പക്കാരന് മനസ്സിലായി. താൻ സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാൻ കഴിയുമോ? ഇല്ല. സ്വന്തമായ ഒരു ജോലിയുണ്ടോ? ഇല്ല. വരുമാനം വീട്ടിൽ മറ്റാരെങ്കിലുടെയെങ്കിലും പക്ഷത്തു നിന്നുണ്ടാകുന്നുണ്ടോ? അതുമില്ല. വാപ്പയ്ക്ക് സഹായിക്കാൻ 7 വർഷമായി കഴിയുന്നില്ല. ഉമ്മ തുടങ്ങി വച്ച ചിട്ടിയും പൊളിഞ്ഞ് പാളീസായി. അങ്ങനെ വീട്ടിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയ ഒരു ചെറുപ്പക്കാരൻ്റെ പൊട്ടിത്തെറിയാണ് കൂട്ടക്കൊലപാതകമായി മാറിയത്. അഫാനെ ന്യായീകരിക്കാൻ നമുക്ക് വാക്കുകളില്ല. ഈ കടവും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നവരെല്ലാം മറ്റുള്ളവരെ കൊന്നാണോ പരിഹാരം തേടുക എന്ന് ചോദിച്ചാൽ നമുക്ക് കൈമലർത്താനേ കഴിയുള്ളൂ. അഫാൻ എല്ലാവരെയും കൊന്ന് താനും മരിക്കുന്ന ഒരു അവസ്ഥയാണ് സങ്കല്പിച്ചിരുന്നത്. പക്ഷേ ഉള്ളിൽ കഴിച്ച എലിവിഷം മതിയായ തോതിലാകാത്തതുകൊണ്ട് അയാളുടെ മരണത്തെ ദൈവം തന്നെ നിരാകരിച്ചു. അങ്ങനെയാണ് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. പൊന്നുപോലെ സ്നേഹിച്ച കുഞ്ഞനുജനെ കൊല്ലണം എങ്കിൽ അയാളുടെ മനസ്സിൽ അവനോടുള്ള വിരോധം ഒരിക്കലുമില്ല. പക്ഷേ ഈ ഗതികെട്ട ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും മുക്തി നേടാൻ കഴിയുന്നത് മരണം വഴി മാത്രമാണെന്ന് അവൻ കണക്കുകൂട്ടി. അതുകൊണ്ടാണ് താൻ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ തൻ്റെ ഈ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് തന്നെ മനസ്സാ വരിച്ചു കഴിഞ്ഞ കാമുകിയെയും തന്നോടൊപ്പം മരണത്തിലേക്ക് കൊണ്ടുപോകാൻ അയാൾ ആഗ്രഹിച്ചത്. തനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് തന്നോടൊപ്പം തന്നെ മരണത്തിലേക്ക് പോകണം എന്ന് അഫാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. തന്നെ തൻ്റെ കുടുംബത്തിനെയും മതിവരുവോളം ബുദ്ധിമുട്ടിച്ചവരും ഇതോടൊപ്പം മരിച്ച് തീരണമെന്ന് തന്നെയാണ് അഫാൻ ആഗ്രഹിച്ചത്. വേറെ ചിലരെയും കൊല്ലാൻ അയാൾ ശക്തമായ തീരുമാനം ഉള്ളിലെടുത്തെങ്കിലും പല കാരണങ്ങളാലും അയാൾ പറഞ്ഞ കാരണങ്ങളിലൊന്ന് അയാളെ അനിയനെ കൊന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ കൈയും മനസ്സും തളർന്നുപോയി എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് കൊല്ലാൻ വേണ്ടി എടുക്കപ്പെട്ട ലിസ്റ്റിൽ നിന്നും ചിലർ രക്ഷപ്പെട്ടു പോയത്. അഫാൻ്റെ ചുറ്റും കൂടിയ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും എല്ലാം കൂടി ഒരു പൊട്ടിത്തെറിയിലേക്ക് വന്നതിൻ്റെ പരിണിത ഫലം തന്നെയാണ് ഈ കൂട്ടക്കൊല. ഈ കൂട്ടക്കൊല നടന്നു കഴിഞ്ഞ ശേഷം ചിലരെങ്കിലും പശ്ചാത്തപിക്കുന്നുണ്ടാകും. കൈനീട്ടി യാചിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ വീട്ടുമുറ്റത്ത് ഉമ്മയും മകനും വന്ന് നിന്നിട്ടും കരുണ കാണിച്ചില്ലല്ലോ എന്ന തോന്നൽ ചില ബന്ധുക്കൾക്കെങ്കിലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. എപ്പോഴും ഒരാൾ കൈനീട്ടി വരുമ്പോൾ നമ്മുടെ കൈവശം പണം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. പക്ഷേ വാക്കുകൊണ്ടും ഭാവങ്ങൾ കൊണ്ടും പുച്ഛ മനോഭാവത്തോടും കൂടിയും അവരെ
കൂടുതൽ എരുതിയിലേക്ക് തള്ളിവിടാൻ പാടില്ലായിരുന്നു. ഒരുപക്ഷെ 50,000 ചോദിച്ചപ്പോൾ 5,000 രൂപയെങ്കിലും കൊടുത്ത് അവരെ മടക്കി അയച്ചിരുന്നെങ്കിൽ ഈ ദുരന്തം ഒരു പക്ഷേ വെഞ്ഞാറമൂട്ടിൽ സംഭവിക്കില്ലായിരുന്നു. തീർച്ചയായും നമുക്കത് പറയാൻ കഴിയും. കൈനീട്ടി പോയിട്ടും ആരും സഹായിച്ചില്ല, രക്തബന്ധത്തിലുള്ളവർ പോലും സഹായിച്ചില്ല എന്ന ധർമ്മസങ്കടമാണ് ആ ചെറുപ്പക്കാരനെ ഈ നിലയിലേക്ക് എത്തിച്ചത്. അഫാനെ ന്യായീകരിക്കുകയല്ല, മറിച്ച് അയാളുടെ അന്നത്തെ മാനസികാവസ്ഥയിലേക്ക് തള്ളിവിട്ടതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ചിലരുമുണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ.